റൗണ്ട് അല്ലെങ്കിൽ ഓവൽ പാച്ചസിൽ ഇതുപോലെ മുടി കൊഴിയുന്നുണ്ടെങ്കിൽ അതൊരു നോർമൽ മുടി കൊഴിച്ചിലാവില്ല, അതിന് മറ്റെന്തെങ്കിലും റീസൺസ് ആവാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് അലോപേഷ്യ ഏരിയേറ്റ. ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. ഇത് പാരമ്പര്യമായിട്ടൊക്കെ കാണാറുണ്ട്. നമ്മുടെ ബോഡിയിലെ കോശങ്ങൾ തന്നെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ നശിപ്പിക്കുന്ന ഒരു കണ്ടീഷനാണ് ഇത്. ഈ ഒരു സമയത്ത് നമുക്ക് തടിയിൽ, മുടിയിൽ, അതുപോലെ തന്നെ ബോഡിയിൽ ഫുള്ളായിട്ടും കൺപീലികളിലും ഒക്കെ ഈ ഒരു കണ്ടീഷൻ വരാറുണ്ട്. ഈ മുടി കൊഴിയുന്ന ഭാഗം കുറച്ച് ഷൈനി സ്മൂത്ത് സർഫസ് ആയിരിക്കും നമുക്ക് അലോപേഷ്യ ഏരിയയിൽ കാണുന്നത്. വേറെ സിംറ്റംസ് ഒന്നും ഉണ്ടാവാറില്ല. നെക്സ്റ്റ് വൺ ഈസ് ടീനിയ ക്യാപിറ്റസ്. ഇത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. ഇതിങ്ങനെ പാച്ചസ് ആയിട്ട് മുടി കൊഴിയും. അതുപോലെ ആ പാച്ചസിൽ കുറച്ച് സ്കെയിലി ആയിട്ടുള്ള അപ്പിയറൻസ് ആയിരിക്കും. നമുക്ക് ചൊറിച്ചിൽ പോലുള്ള ലക്ഷണങ്ങളും കാണാറുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ നമുക്ക് സൈക്യാട്രിക് പേഷ്യൻസിൽ അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ചില ആൾക്കാരിൽ അവർ പർപ്പസ്ഫുള്ളി പെർട്ടിക്കുലർ ഏരിയയിലുള്ള മുടികൾ ഇങ്ങനെ പ്ലക്ക് ചെയ്ത് കാണാറുണ്ട്. അങ്ങനെ വരുന്ന പാച്ചസ് ആണ് നമ്മൾ ട്രൈക്കോട്ടിലോമാനിയ എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. സോ ഇതിൽ ഏതാണ്, നിങ്ങൾക്ക് എന്ത് റീസൺ കാരണമാണ് ഇങ്ങനെ പാച്ചസ് ആയിട്ട് ഹെയർ പോകുന്നത് എന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ ശ്രദ്ധിക്കാം.